ന്യൂസ് 2 സ്റ്റാർ പ്ലസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രാഹ്മണ്യത്തിൻ്റെ നൂല് പൊട്ടിച്ചെറിഞ്ഞ് കർഷകരെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ച് അടിമത്തത്തിനും അനാചാരത്തിനുമെതിരെ പോരാടി കേരളത്തിലെ മാറ്റത്തിലേക്ക് നയിച്ച CPIM-ൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഇന്ന് സ്വരാജ് ലോക്കൽ സമ്മേളനം നടത്തി. 3 മണിക്ക് സയൻസ് സ്കൂളിൽ നിന്നും ആരംഭിച്ച മാർച്ചിലും പ്രകടനത്തിലും നിരവധി സംഘടനാ പ്രവർത്തകർ അണിചേർന്നു. അതിനുശേഷം സമ്മേളന നഗരിയായ സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പാർട്ടി സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. മുന്നണിയിലായിരുന്നു. കേരളത്തിൽ ബഹുമാനപ്പെട്ട അച്യുതനാരായണൻ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പം അതുകൊണ്ട് അവർക്ക് സമ്മേളനം നടത്താൻ തടസ്സം ഉണ്ടായിരുന്നില്ല. അപ്പം അവർ ആ ഘട്ടത്തിൽ ഒരു പാർട്ടി കോൺഗ്രസും പാർട്ടി സമ്മേളനങ്ങളും നടത്തി. അങ്ങനെയാണ് ഞങ്ങൾ ഒരു സമ്മേളനം കുറച്ച് നടത്തുന്ന നിലയുണ്ടായിട്ടുള്ളത്. സമ്മേളനം നടത്താൻ അവസരം കിട്ടിയപ്പോഴെല്ലാം കൃത്യമായി ഞങ്ങൾ സമ്മേളനം ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ CPIM-ൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനം പാർട്ടിയുടെ നയം രൂപീകരിക്കുക. ആ പാർട്ടി നയം രൂപീകരിക്കുന്നത് പാർട്ടി കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്താണെങ്കിലും ഇന്ത്യയിലെ CPIM-ൻ്റെ മുഴുവൻ പാർട്ടി മെമ്പർമാർക്കും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും എന്തെങ്കിലും ഭേദഗതി ഉണ്ടെന്ന് നിർദ്ദേശിക്കാനും ഒക്കെ അവസരം നൽകിക്കൊണ്ടാണ് ആ നയരൂപീകരണം നടക്കുക. എന്ന് പറഞ്ഞാൽ പാർട്ടി കോൺഗ്രസിൽ എല്ലാവരും പങ്കെടുക്കുന്നില്ലെങ്കിലും പാർട്ടി കോൺഗ്രസ് ചേരുന്നതിന് 3 മാസം മുമ്പ് പാർട്ടി നയം സംബന്ധിച്ച് അതിൻ്റെ കരട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കി എല്ലാ സ്റ്റേറ്റിനും എത്തിച്ചു. സംസ്ഥാനങ്ങൾ മൊഴിമാറ്റം നടത്തി എല്ലാ ഘടകങ്ങൾക്കും കൊടുക്കും. അങ്ങനെയാണ് മുഴുവൻ പാർട്ടി മെമ്പർമാർക്കും ആ നയം രൂപീകരിക്കുന്നതിനകത്ത് അഭിപ്രായം പറയാൻ അവസരം കിട്ടുക. പ്രതിനിധി സമ്മേളനം, റെഡ് വോളണ്ടിയർ പ്രകടനം, പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവയും നടത്തപ്പെട്ടു. സമ്മേളനത്തിൽ VR സജി, മാത്യു ജോർജ്, PB ഷാജി, MC ബിജു, ടോമി ജോർജ്, KS ബിജു, KN ബിനു, VV ജോസി, സാലി ജോളി തുടങ്ങിയവർ പങ്കെടുത്തു.